ഹലോ കൂട്ടുകാരെ, ലൈറ്റ് ഹൗസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ താരം അവലാണ് കേട്ടോ. നമ്മൾ അവൽ കൊണ്ട് സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടി 2 സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, പാകത്തിന് പിന്നെ ഒരു കോഴിമുട്ടയും കൂടി വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അവലുണ്ടെങ്കിൽ മക്കൾക്ക് ഇപ്പോഴത്തെ കാലത്ത് നനച്ച് കൊടുത്താൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർ കഴിച്ചൊന്നും വരില്ല. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അമ്മമാരിങ്ങനെ കുഴച്ച് ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ നമുക്കത് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് അധികം നേരമൊന്നും വെക്കേണ്ട, അപ്പം തന്നെ അത് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത് ചെയ്യാണ്. വെള്ളം ഒഴിച്ചു, എന്നിട്ട് പിഴിഞ്ഞെടുക്കണം. വേറെ പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കുക. വെള്ള അവലാണെങ്കിൽ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് അവലായാലും കുഴപ്പമില്ല. അവലൊന്നും വീട്ടിലിപ്പോൾ സാധാരണ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഞാനിവിടെ അങ്ങനെ വയ്ക്കാറില്ല. ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ മാത്രമാണ് ഞാൻ അവൽ സ്റ്റോക്കാക്കി വെക്കാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും ഈവനിങ് പിള്ളേർക്ക് ഇങ്ങനെ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ കഴിക്കും. കഴിക്കാനൊക്കെ ചിലപ്പോൾ കൂട്ടാക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയും കഴിക്കുക, ഇതൊക്കെ കഴിക്കണം മക്കൾ. എന്നാൽ നമ്മളെ ചെറുപ്പത്തിലൊക്കെ നന്നായി കഴിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ഇവിടെ അവിലത് പിഴിഞ്ഞ് വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, സവാള, പാകത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ മാറ്റി വെച്ച കോഴിമുട്ടയുണ്ടല്ലോ അതിലേക്ക് പൊട്ടിക്കണം കേട്ടോ. എന്നിട്ട് നന്നായി നമ്മുടെ കൈ കൊണ്ട് തന്നെ, അത് വെള്ളമൊന്നും ചേർക്കരുത്, നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായി കുഴക്കണം കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ അവിൽ നാളികേരം, ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ട് കുഴച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചൊന്നും വരില്ല. ഫുള്ള് ഫാസ്റ്റ് ഫുഡിൻ്റെ ഒപ്പം ഓടുന്ന പിള്ളേരാണ്. മാക്സിമം ഫാസ്റ്റ് ഫുഡ് കുറയ്ക്കുക, വീട്ടിലുണ്ടാക്കി കൊടുക്കുക. നമുക്ക് ഇങ്ങനത്തെ കഴിക്കാനുള്ളതൊക്കെ. ഫാസ്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവറ്റങ്ങളുടെ വയറിൻ്റെ കാര്യമൊക്കെ പ്രശ്നം തന്നെയാണ്. അസുഖങ്ങൾ വലിച്ചിട്ടാൽ പോവില്ല. അപ്പോൾ മാക്സിമം ഫാസ്റ്റ് ഫുഡ് കഴിക്കാതിരിക്കുക, വീട്ടിലുണ്ടാക്കി കൊടുക്കുക നമ്മുടെ മക്കൾക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ അവിൽ നന്നായി കുഴച്ചിട്ടുണ്ട്. അതോരോ ഉണ്ടകളാക്കിയിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുക. ഞാനൊരു ഉണ്ട രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ എല്ലാതും ഇതുപോലെ ആക്കിയെടുക്കുക. 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല. എൻ്റെ തൊണ്ട ഭയങ്കര പ്രശ്നമായിരുന്നു, ഭയങ്കര ചുമ, സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. നല്ല ചുമയായിരുന്നു. കാര്യമായിട്ട് കാലാവസ്ഥ അങ്ങനെയല്ലേ, ഒരു വെയിലല്ല മഴയില്ലാത്തൊരു കാലാവസ്ഥയല്ലേ. അപ്പോൾ അസുഖങ്ങൾ വലിച്ചിട്ടാൽ പോവില്ല. അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലല്ല ഇപ്പോഴത്തെ പോക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എൻ്റെ സൗണ്ടിൽ കേട്ടോ. ഭയങ്കര പ്രശ്നമാണ് തൊണ്ട. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഉണ്ടയുടെ ഷേപ്പിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചു, ചൂടായുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചധികം എത്രയാണോ ആ ചട്ടിയിൽ ഒതുങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളത് അതിലിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നമുക്ക് അധികം നേരം വേണ്ട, ഫ്രൈ ചെയ്ത് വരാൻ അധികം നേരമൊന്നും വേണ്ട, പെട്ടെന്ന് ഫ്രൈ ചെയ്ത് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഓരോന്നും ഇട്ടിട്ട് ഓരോ ഭാഗമായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ബ്രൗൺ കളറാകുമ്പോൾ അത് കോരിയിട്ട് വേറെ പാത്രത്തിലേക്ക് ആക്കുക. അങ്ങനെ അല്ലാതെ അതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അവൽ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേറെ പല ഒരെണ്ണം ചാടി വരുന്നുണ്ട് എന്നോട് സഹകരിക്കാതെ. എന്താ അറിയില്ല, ആൾ എന്നോട് സഹകരിച്ചില്ല ഒട്ടും. അപ്പോൾ അതങ്ങനെ കോരിയെടുക്കുക. അടുത്ത സ്റ്റെപ്പ് ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഇതിനോടൊപ്പം നല്ല മധുരമുള്ളൊരു കട്ടൻ ചായ നമുക്ക് കുടിക്കാം. ഇതിനപ്പോൾ സോസ് നല്ലതാണ്. ഞാൻ ഇവിടെ സോസ് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു കുട്ടി പട്ടാളുണ്ട്. ആ പട്ടാളത്തിന് നേരം എടുത്ത് കഴിക്കല പണി. അപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.